ഹലോ ഗായ്സ്, ദിസ് ഇസ് മീ ജിപ്സി ഗേൾ. അപ്പോൾ ഇന്ന് മണാലിയിൽ 5th ഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് കസോൾ പോവാണ്. ഹിച്ചേക്ക് ചെയ്യാനാണ് പ്ലാൻ. ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കന്യാലിൽ നിന്ന് ഇറങ്ങുകയാണ്. താഴെ പോയിട്ട് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വഴിയില്ലെങ്കിൽ ഇപ്പം ബസ് കാര്യങ്ങളൊക്കെ കസോളിലേക്കുണ്ട്. അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ നല്ല പെട്ടത്. ഇറങ്ങി തുടങ്ങിയപ്പോൾ ഭയങ്കര മഴ. ഭയങ്കര എന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെവി അല്ല, നൈസായിട്ടുള്ള മഴയാണ്. പക്ഷെ നമുക്കിപ്പം ഈ മഴയ്ക്ക് നടക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. മഴയായി. ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12 മണി ആയിട്ടുണ്ടാവും. ഞാൻ നൈസായിട്ട് പെട്ടു. ഇനി ഇതെപ്പം മാറുമെന്ന് അറിയില്ല. ഗൈസ്, ഒന്നും പറയണ്ട, നല്ല മഴ പെയ്തു. ഇപ്പം ഞാൻ അവിടുന്ന് ഒരു കാറിന് ഒരു ചേട്ടൻ ലിഫ്റ്റ് വന്നു. ഞാൻ കുറച്ച് താഴെ വരെ വന്നു. ഇനി ഇവിടുന്ന് ഇച്ചിരി നടക്കാനുണ്ട്. അപ്പം ഞാൻ ബാഗെല്ലാം റെയിൻകോട്ട് കവറൊക്കെ ഇട്ട് കവർ ചെയ്യേണ്ട തിരക്കിലാണ്. പിന്നെ വേറെ ഇനിയിപ്പോൾ ഇടയിലും മഴ പെയ്താലും നമുക്ക് ടെൻഷനില്ല. സോ ഇതൊക്കെ കണ്ട് ഞാൻ താഴേക്ക് ഇനി നടക്കണം. കണ്ടോ, ഫുൾ കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്തിട്ട് മഴ ഇപ്പോൾ കുറഞ്ഞു. നമുക്ക് അവിടെ താഴെ ബസ് സ്റ്റാൻഡ് കാണാം. ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ ബസ് സ്റ്റാൻഡ് എത്തി. ഇനി ഇവിടുന്ന് ഇറങ്ങിപ്പോണം. ഇപ്പം ഇങ്ങനൊരു വഴി കൂടെയാണ് പോകുന്നത്. ഒരു വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. എല്ലാ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയും ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഞാൻ എൻ്റെ ബാഗും സ്ലീപ്പിംഗ് ബാഗെല്ലാം ഞാൻ കവർ ചെയ്ത് സെറ്റാക്കി. എനിക്ക് പിന്നെ റെയിൻകോട്ട് ഇട്ട് ഊരാൻ വയ്യാതെ മടിയായതുകൊണ്ട് കുഴപ്പമില്ല, ചെറിയ മഴയല്ലേ കോട്ടയെന്ന് വെച്ചു. അപ്പോൾ വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ഞാൻ ഇറങ്ങിയ സമയത്ത് കറക്റ്റ് മഴ പെയ്തു. നോക്കാം. കസോളിൽ ഞാൻ വെതർ നോക്കിയപ്പോൾ മഴ കണ്ടില്ല. അപ്പം പോയി നോക്കാം എന്തായാലും. അപ്പോൾ ഗൈസ്, ഞാൻ കസോൾ ഇറങ്ങി. കസോൾ സ്റ്റേ നോക്കി നടക്കുക. എല്ലായിടത്തും 1000 രൂപയ്ക്കാണ് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുമോ നോക്കി തപ്പി നടക്കുകയാണ്. ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ 1000-ന് എടുക്കല്ലാതെ വേറെ വഴിയില്ല. ഇപ്പോൾ ഓൾറെഡി സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം കറങ്ങാൻ നിൽക്കുന്നില്ല. പെട്ടെന്ന് സ്റ്റേ എടുത്ത് സൈഡാവാള പരിപാടിയാണ്. ഇന്ന് അധികം ഫുഡും കഴിച്ചിട്ടില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൈൻഡ് ഓഫ് ഡോർമെട്രി. അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മാപ്പിട്ട് നടക്കുക. എത്താറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വാക്കിംഗ് കമ്പാനിയനായിട്ട് 1 അല്ല 2 ആൾക്കാരുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കേട്ടോ, എൻ്റെ കൂടെ നടന്നു വരുന്നതാ. ഞാൻ അവിടെ നടക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ വരുന്നതാ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഒരു രക്ഷയില്ല കേട്ടോ. നിറയെ മഞ്ഞും ഇതേ റിവറും. വാവ്. അങ്ങനെ ഗൈസ്, എനിക്ക് തപ്പി നടന്ന് കാസർഗോഡ് നിന്ന് ഒരു ബസ് ഇറങ്ങി ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഡോം കിട്ടി. 414 റുപ്പീസ് മാത്രം പെർ നൈറ്റ് വരുന്നുള്ളൂ. ഇവിടെ കിച്ചൺ കാര്യങ്ങളുണ്ട്. ഇവിടെ ഫുള്ള് അങ്ങനത്തെ ഹോസ്റ്റൽ കാര്യങ്ങൾ സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് ചെറിയൊരു സെറ്റപ്പാണ്. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഇപ്പം നല്ല മഴയാ. ഇതാണ് ഇതിന്റെ ഫ്രണ്ടിലുള്ള വ്യൂ. അവിടെ ഫുൾ മല, അവിടെ നിന്ന് മഞ്ഞ്, ഇങ്ങനെ. ഇതാണ് എൻ്റെ റൂം വരുന്നത്. ഡോർമെട്രി ആണ്. ഉണ്ടോ? അപ്പം ഞാൻ എൻ്റെ ബാഗെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ വിൻഡോ വ്യൂ ഉണ്ട്. വിൻഡോ വ്യൂ ഭയങ്കര കുറവാണ് കേട്ടോ. വലിയ കാര്യമില്ല, ഫുൾ മരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ഫുൾ ചെയ്തത്. രാവിലെ മുതൽ മണാലിയിൽ നിന്ന് കസോൾ വരെ എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇന്ന് ഞാൻ ചെയ്ത ഒരു കാര്യം. അപ്പോൾ ഇവിടെയും ഇന്ന് ഫുൾ മഴയാണ്. രാത്രി എന്താവും എനിക്കറിയില്ല. ഇവിടം വരെ വന്നിട്ട് ഈ മഴ കൊള്ളാനാണോ? ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു ഇഫ് റെയിനിങ് സ്റ്റിൽ ടുമാറോ. അപ്പോൾ പക്ഷെ നല്ല രസമുണ്ട്. മഴ ഇങ്ങനെ അകത്തുനിന്ന് കാണാൻ നല്ല രസം. പക്ഷെ എനിക്ക് ട്രെക്കിംഗ് പോകണമെങ്കിൽ മഴ വന്നു കഴിയാം. നല്ല കടൽ ഓടും. അപ്പോൾ നമുക്ക് നോക്കാം. നാളെ ഹോപ്പ്ഫുള്ളി മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ടാക്സി. അപ്പോൾ ഇന്നത്തെ എത്ര ഉള്ളൂ. നാളെ ബാക്കി കസോൾ എക്സ്പ്ലോറേഷൻ.